ജനറേഷൻസിന്റെ വറക്കുമ്പോ ഇച്ചിരി വിനാഗിരി കൂടെ പുരട്ടിയാ നല്ല. എൻക്വയറി വെച്ചിട്ടാണ് ഞാൻ ഇത്തവണ സജഷൻ വെച്ചിട്ട് കുഴച്ച് പല്ല് പറ്റേണ്ടത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചൊക്കെ എടുത്തു. ഒരു കാര്യത്തിനും തലയില്ല വാലുമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ 100 കാര്യത്തിന് പോയി. വെളുത്തുള്ളി ഇഞ്ചി കടുക് ആക്റ്റീവായി പറയട്ടെ. അല്ല കഷ്ണമായിട്ട് നുറുക്കി മുളകും മഞ്ഞളും കുരുമുളകും ഇച്ചിരി വിനാഗിരിയും കൂടെ കൂടിയിട്ട് തിരുമ്മി വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് വറുത്തു. അത് കഴിഞ്ഞ് വെളുത്തുള്ളി കടുക് വെളിച്ചെണ്ണ മൂത്തപ്പോൾ കടുക് അതാദ്യം പറ. പാൻ വെച്ചിട്ട് എന്ത് എണ്ണയിലാ? നല്ലെണ്ണയിലാണ് വേണ്ടി പക്ഷെ വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണ വന്നപ്പോ സമയം കഴിഞ്ഞു. നല്ലെണ്ണ അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ എന്നോട് പറഞ്ഞു നല്ലെണ്ണ കൊണ്ടുവരണ്ടെന്ന്. ഞാൻ ഈ അമ്മോട് പറഞ്ഞായിരുന്നല്ലോ ഒഴിക്കാൻ വേണമെങ്കിൽ. നല്ലെണ്ണ ഒഴിച്ച് ചൂടായപ്പോ കടു ഇട്ടു. കടു പൊട്ടിക്കഴിഞ്ഞപ്പോ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞപ്പോ ഇഞ്ചി ഇട്ടു. എന്നിട്ട് ഇത് എന്തില് കുഴച്ച് വെച്ചേ? ഇതിപ്പോ ഞാൻ ചുമ്മാ ചൂടുവെള്ളത്തിൽ കുഴച്ചില്ല. വിനാഗിരിയിലായിരുന്നു കുഴക്കേണ്ടത്. വിനാഗിരിയിലായി. ഇത് റെസിപ്പി പറയണ പോലെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യണേ. അപ്പൊ ഞാനും എന്ത് പൊട്ട കഴിക്കട്ടെ എന്നാണോ? വിനാഗിരി ഒഴിക്കില്ലേ? നമ്മളുടെ ഒന്ന് നോക്കി ഉണ്ടാക്കണ്ട. വേറെ നല്ല ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങളുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒതന്റിക്കാ. ആ, ഇത് നിങ്ങൾ പറയണം, നിങ്ങൾ ചെയ്യണേ. വേറെ കായം പൊടിയിട്ടില്ലല്ലോ. കായം പൊടിച്ചെടുക്ക്. ഇതിന് പൊടിച്ച് കായപ്പൊടി ഉണ്ടല്ലോ, അതിട്ട. ഇല്ല, അത് ഞാൻ മറ്റേ കായം മറച്ചു ചെയ്യണം. കട്ടക്കായം. ഇതിന് എങ്ങനെ പൊടിക്കുന്നത്? അത് കല്യാണത്തിന് പൊടിക്കും. ഓക്കെ, ഇത് കേരമീനാണ്. വെളിച്ചെണ്ണ തഴിഞ്ഞപ്പോ നമ്മള് മീനിലേക്ക് ഇട്ടു. നന്നായി ഇളക്കി യോജിപ്പിച്ചു. എന്താ ഒരു കളറ്, കൊണം കൊള്ളില്ലെങ്കിലും നിറം കൊള്ളാം. കഴിച്ചു നോക്കിയില്ല. അതിന് പപ്രിക്ക പൗഡർ ഇട്ടേക്കണം ഞങ്ങള്. കൊച്ചിന് എരിവ് വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്കല്ലാട്ടോ, ഇളയ അച്ഛനാണ്. നീയേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അയ്യാടാ, പഠിച്ചുകൊണ്ടിരുന്നപ്പോ. പിന്നെ നിങ്ങളിപ്പോ മാസത്തില് പോകുന്നുണ്ടല്ലോ. I printed that form for you, but you have to fill it out online too. Okay. By August 6th. Print it right now. I did already. Okay. But fill out online and submit. It goes instantaneously. Okay. Instantaneously എന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്യണം. Yeah, instantaneously. Like that. You don't care. Should pay you. I'll make too spicy, so I won't eat it. It was good when I tasted it. When I came home and tasted it. Yeah. Crunchy, good. They added chili powder. നോ, ഇഷ്ടായില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും എന്ത് സാധനം ഉണ്ടാക്കിയാലും ഏറ്റവും ക്ലൈമാക്സ് എല്ലാം സെയിം ആയിരിക്കും. ഇവർ രണ്ടുപേരും വഴക്കാവും. ഒരാൾ പറയും അത് കളഞ്ഞു, കായും കൂടിയില്ല. മറ്റേ പറഞ്ഞു ഉലുവ കൂടിയില്ല. അതെ, എന്റെ കണ്ണൊരിച്ചിട്ട് തെറ്റിപ്പോയത്. ഓ അമ്മച്ചി ബാക്കി പറ. അമ്മച്ചി 1, അമ്മ 0. ഒന്നുമല്ല കേട്ടോ, നല്ല മീൻ ഇത്ര വറക്കരുത്. അപ്പൊ നമുക്കത് ഭയങ്കര ചൂയി ആയിട്ടിരിക്കും. ഹൗ നോട്ട് ടു മേക്ക് എ ഫിഷ് പിക്കിൾ, അതാണിത്.
കൊറേ വറുത്ത് കഴിഞ്ഞാൽ കൊറേ നാള് ഇരിക്കും. പക്ഷെ അമ്മച്ചേനോട് പറഞ്ഞു നല്ലോണം ഉണക്ക് എന്നാലേ കുറച്ചാണ് ഇരിക്കത്തുള്ളൂ. അമ്മച്ചി അന്ന് അങ്ങനെ ചെയ്തപ്പോ ജിതു പറഞ്ഞു അയ്യോ ആദ്യം ഇട്ടത് എന്ത് നല്ലയായിരുന്നു, ഇതെന്ത് പറ്റിയെന്ന്. അത് ഞാൻ നിങ്ങൾ വച്ചത് ചൂടുവെള്ളത്തിൽ ഇപ്പൊ നമ്മള് ഹൗ ടു സേവ് ഫിഷ് ഞാനിത് പോസ്റ്റ് ചെയ്യാനൊന്നും പോണില്ല ഉറപ്പായിട്ട്. ഞാനിത് എന്തായാലും പോസ്റ്റ് ചെയ്യും. അങ്ങനെ സത്യം മാത്രം പറയുന്ന ഒരു വ്ലോഗാണിത്. ഏതെന്തായാലും പോസ്റ്റ് ചെയ്യും. കുഴപ്പമൊന്നും പറയണുണ്ട്. അത് അതിന്റെ കഷ്ണം കടിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ കൂട്ടുപിടിക്കണം. ഒരുപാട് അത് ഇച്ചിരി അതിൻ്റെ അകത്ത് അപ്പം തന്നെയല്ല അച്ചാറ് കൂട്ടണേ. അല്ല ഇത് എനിക്ക് അറിയാം, ഇതെനിക്ക് പരിചയമുണ്ട്. ആൾറെഡി ഇത് സോഫ്റ്റ് ആവും. ഇത് കൊറേ നാളാവും. ഇല്ല അത്ര വറുത്തോണ്ട് അതിന്റെ ഔട്ടർ ക്രസ്റ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ റബ്ബറി ആവും. അത് എത്ര നാള് കഴിഞ്ഞാലും സോഫ്റ്റ് ആവില്ല. ഇത് എനിക്ക് പരിചയമുള്ളതാ. കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെ എനിക്ക് കിട്ടിയത്. അതായത് ഉണ്ടാക്കുമ്പോ ഞാൻ ഇവരോട് ഒന്ന് പറഞ്ഞു കേട്ടോ, ഒത്തിരി മൂപ്പിക്കരുത്, അല്ല ഇങ്ങനെ ഒത്തിരി വറക്കരുത്. ഒരു ആട്ടുംകാട്ടവും കൂർക്ക കണ്ടറിയാൻ വളരെ ഉപ്പിടണോ? എന്നാ അമ്മ തിന്നോ ഈ ആട്ടും കാട്ടപ്പിക്ക്? ഇവളൊക്കെ എന്താ ഈ മീനച്ചാറ് കണ്ടു തുടങ്ങിയത്? പാവ അമ്മച്ചി ഇനി ഇടണോ കൊറേ ഉപ്പിട്ടിട്ട് എന്താ കാര്യം? ഞാൻ പോവാ. കുറച്ചു നേരം കൂടെ അമ്മ കായിട്ടിടുമ്പോ അത് തീരും. എന്താ ഇപ്പൊ അങ്ങനെ ഓക്കെയാണോ? കഴിഞ്ഞ അരമണിക്കൂറായി ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അല്ലടി ഇപ്പൊ ശരിയായി. സത്യമായിട്ട് ഇനി ശരിയായി. അത് വേറെ ആർക്കും കഴിക്കാൻ കൊള്ളൂല. സത്യമായിട്ട് ശരിയായി. നോക്കിക്കോ നക്കി നോക്കാം. ബീട്രൂട്ട് അച്ചാറ് ഒരു ബീട്രൂട്ട് അച്ചാർ ഇട്ടപ്പോ ഭയങ്കര എരിവായിരുന്നു. അപ്പൊ ഞാന് കുറച്ച് ഈന്തപ്പഴം അതിന്റെ കൂടെ ചേർത്തു. എന്നിട്ട് അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്തൊരു രുചിയാണെന്ന് പറയാൻ ലാസ്റ്റ് 2 ദിവസം അതിന് ഭയങ്കര രുചി. ആരും കഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. ആയപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു പോയി. ശരിയാ, ലാസ്റ്റ് ആവുമ്പോ തീരും. നാളെ പോയി അച്ചാറ് അല്ല വേറെ മീൻ മേടിക്കാട്ടോ. അപ്പൊ എന്താ അല്ല അപ്പൊ ഇത് ലാസ്റ്റ് ആവുമ്പോ ശരിയാവൂല, പിന്നെ എന്താ വേറെ അല്ല ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പോ എന്നാ കുഴപ്പം? സമ്മതിക്കരുത്.